ട്യൂറിംഗ് മെഷീന്റെ ഡിസൈൻ എക്സാമ്പിൾസ് യൂട്യൂബ് വീഡിയോയും അല്ലാത്ത വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം യൂട്യൂബ് വീഡിയോസ് എളുപ്പം അല്ലാത്തത് മാത്രമാണ് ഞാൻ വീഡിയോ ആക്കി ഇട്ടേക്കുന്നത്. ഇനി ട്യൂറിംഗ് മെഷീന്റെ ഇതിനകത്ത് വരുന്ന മേജർ ഒരു ടോപ്പിക്കാണ് വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ. അപ്പൊ അത് എക്സാമിന് ഒന്നെങ്കിൽ ചോദിക്കാം വിച്ച് ആർ ദി ട്യൂറിംഗ് മെഷീൻ കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ എന്ന്. അപ്പം ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ടാവും, ഒരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ടാവും, എന്നിട്ട് നമ്മൾ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ പല വേരിയൻസ് ആണ് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ടാവും, ഒന്നിലധികം ടേപ്സ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരൊറ്റ ടേപ്പാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്താണ്, ഒന്നിലധികം ടേപ്സ് ഉണ്ടാവും. ഇത് ടേപ്പ് 1, ടേപ്പ് 2, ടേപ്പ് 3, ഓരോ ടേപ്പിലേക്കും ഹെഡ് പോയിട്ടുണ്ടാവും. ഹെഡ് 1, ഹെഡ് 2, ഹെഡ് 3. അതാണ് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ. പിന്നെ നെക്സ്റ്റ് വരുന്നത് മൾട്ടി ഡയമെൻഷണൽ ട്യൂറിംഗ് മെഷീൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടിരുന്നത് സിംഗിൾ ഡയമെൻഷണൽ ആണ്. ഇതെന്ന് പറയുമ്പോൾ മൾട്ടി ഡയമെൻഷണൽ ആണ്. 2x2, 3x3, അങ്ങനെ എത്ര പല ഡയമെൻഷനിലുണ്ട്. അത് നെക്സ്റ്റ് വരുന്നത് മൾട്ടി ഹെഡ്, അതായത് ഒറ്റൊരു ടേപ്പേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു ടേപ്പിന് തന്നെ പല ഹെഡ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞു മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒറ്റ ഫൈനൈറ്റ് കൺട്രോളും പല പല ടേപ്പ് ഉണ്ടാവും, ഓരോ ടേപ്പിനും ഹെഡ് ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് മൾട്ടി ഹെഡ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഒറ്റ ടേപ്പ് ഉണ്ടാവും, ആ ടേപ്പിലേക്ക് തന്നെ പല ഹെഡ് ഉണ്ടാവും. അതാണ് മൾട്ടി ഹെഡും മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ യൂട്യൂബ് വീഡിയോസും ലിങ്ക് ഇടുന്നുണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ. പിന്നെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ, നമ്മുടെ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ പോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ചോയ്സസ് കൂടുതലായിരിക്കും. അതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം. ഇനി 2-way ഇൻഫിനിറ്റ് ടേപ്പ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇൻഫിനിറ്റ് സ്പേസ് ഉണ്ടാവും, ഇൻഫിനിറ്റ് ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. ആ രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടേപ്പിനെ റീഡ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതാണ് 2-way ഇൻഫിനിറ്റ് ടേപ്പ്. നെക്സ്റ്റ് വരുന്നത് ഓഫ്ലൈൻ ഇൻഫിനിറ്റ് ടേപ്പ്. ഓഫ്ലൈൻ ഇൻഫിനിറ്റ് ടേപ്പിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ചെക്കിംഗ് ഓഫ് സിമ്പിൾസ്. ചെക്കിംഗ് ഓഫ് സിമ്പിൾസ് എന്ന് പറയുന്നത് 5 മാർക്സിന് എന്തോ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വരുന്നത് നമ്മുടെ A⁻n B⁻n എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്, ആദ്യം A കാണുമ്പോൾ നമ്മൾ X വെച്ച് റീപ്ലേസ് ചെയ്തു, പിന്നെ B കാണുമ്പോൾ നമ്മൾ Y വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇതെല്ലാം ചെക്കിംഗ് ഓഫ് സിമ്പിൾസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഷിഫ്റ്റിംഗ് ഓവർ. ഷിഫ്റ്റിംഗ് ഓവർ കൊണ്ട് മീൻ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു എ കാണുമ്പോൾ അതിനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോവുക. ഇതെല്ലാമാണ് ഷിഫ്റ്റിംഗ് ഓവറിന്റെ എക്സാമ്പിൾ. പിന്നെ വരുന്ന ഒരു വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ അല്ലെങ്കിൽ ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ടെക്നിക്കാണ് സബ് റൂട്ടീൻ. സബ് റൂട്ടീൻ എന്ന് പറയുന്ന പോലെ ഫംഗ്ഷൻ പോലെ തന്നെയാണ് സബ് റൂട്ടീൻ. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ് റൂട്ടീൻ യൂസ് ചെയ്യാം. ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷന്റെ ചെയ്യുന്ന എക്സാമ്പിൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സബ് റൂട്ടീൻ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ എക്സാമ്പിൾ. അതായത് ഇത് ഫസ്റ്റ് ഹാഫ്, ഇത് ഇത്രയെന്ന് പറയുന്ന ഫസ്റ്റ് ഹാഫ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് സെക്കൻഡ് ഹാഫ്. ഇതാണ് നമ്മുടെ സബ് റൂട്ടീൻ. ഇത് മെയിൻ പാർട്ടും ഇത് സബ് റൂട്ടീനും. അപ്പൊ ഇവരും തമ്മിൽ ലിങ്ക് ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ Q2 അതായത് Q2 to Q5 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് സബ് റൂട്ടീൻ എവിടെ നിന്ന് എവിടെ വരെയാണ്, സബ് റൂട്ടീൻ Q2 തൊട്ട് Q5 വരെയാണ്. അപ്പൊ നമ്മളിവിടെ Q1 കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് അറിയാലോ, സബ് ഫംഗ്ഷൻസ് വരുന്ന മെയിൻ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ കോപ്പി, ഇതിന്റെ പേര് കോപ്പി എന്നാണ്. എപ്പോഴാണോ കോപ്പി എന്ന് പറയുന്ന സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അപ്പൊ കൺട്രോൾ നേരെ ഇവിടെ വരും. ഇവിടെ നിന്ന് Q5 വരെ എത്തിക്കഴിഞ്ഞ് വീണ്ടും തിരിച്ചിങ്ങോട്ട് പോകും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ, ട്യൂറിംഗ് മെഷീൻ ഫോർ മൾട്ടിപ്ലിക്കേഷന്റെ എങ്ങനെയാണെന്ന് നമ്മൾ ട്യൂറിംഗ് മെഷീന്റെ എക്സാമ്പിൾസിൽ പറയുന്നുണ്ട്. വീഡിയോസ് യൂട്യൂബ് ലിങ്ക് ഉണ്ട്. ഇനി സെയിം മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം സബ് റൂട്ടീൻ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം ആണിത്. ഇതിന്റെ വീഡിയോസും യൂട്യൂബ് ലിങ്ക് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ
നമ്മുടെ ഒരു ട്യൂറിംഗ് മെഷീൻ തന്നെയാണ് നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ആ ട്യൂറിംഗ് മെഷീൻ ഒരു ലാംഗ്വേജിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യും. അതാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. ഇനി യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒരു കൺട്രോൾ യൂണിറ്റും 3 ടൈപ്സും ഉണ്ടാവും. ഒന്ന് എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീന്റെ ഡിസ്ക്രിപ്ഷൻ. ട്യൂറിംഗ് മെഷീന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 7 ട്യൂപ്പിൾസ് ആണ്. 7 ട്യൂപ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ട്യൂറിംഗ് മെഷീൻ ഇസ് ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, ബ്ലാങ്ക് സിമ്പിൾ, ഫൈനൽ സ്റ്റേറ്റ്, സെറ്റ് ഓഫ് ട്രാൻസിഷൻസ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് എം വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ മീൻസ് ഏത് സ്റ്റേറ്റിലാണ് ഇപ്പം ട്രാൻസിഷൻ ഉള്ളത്. നെക്സ്റ്റ് ടേപ്പ് 3യിലുള്ള ടേപ്പ് കണ്ടന്റ്സ്. ടേപ്പ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് ആയ എ ബി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനകത്ത് 3 ടേപ്സ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്യൂറിംഗ് മെഷീന്റെ ഡിസ്ക്രിപ്ഷൻ, ഒന്ന് അതിന്റെ ഇന്റേണൽ സ്റ്റേറ്റ്, ഒന്ന് അതിലുള്ള ടേപ്പ് കണ്ടന്റ്സ്.